കല്യാണാലോചന തൊട്ട് അങ്ങോട്ട് ആഘോഷങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. എൻ്റെ നാട്ടിലൊക്കെ കല്യാണത്തിന് മുമ്പ് ചെക്കൻ്റെ വീട് കാണാൻ പോകാന്നൊരു ചടങ്ങുണ്ട്. അന്ന് ഈ വീട് കാണാൻ പോകുന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കൂടെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് പോകാൻ പാടില്ല. ആക്ച്വലി ഈ പോയ ആരുമല്ല കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കേണ്ടത്. അപ്പൊ മസ്റ്റായിട്ട് ആ വീട് കണ്ടിരിക്കേണ്ടത് ഈ പെൺകുട്ടിയല്ലേ. ഇനി ഇതുപോലെ വേറൊന്നാണ് സ്ത്രീധനം. ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ ട്രെൻഡ് നോക്കുവാണെങ്കിൽ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ആൺകുട്ടികൾക്ക് പാർട്ട്ണറിനെ കിട്ടാനില്ല. പെൺകുട്ടികൾക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടായിട്ടും എന്തിനാണ് ഇപ്പോഴും പാരന്റ്സ് സ്ത്രീധനം കൊടുക്കാൻ തയ്യാറാവുന്നത്? നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്നാണെങ്കിൽ എന്തിനാണ് കല്യാണത്തിന്റെ സമയത്ത് തന്നെ ഇത്ര വലിയൊരു എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നത്? നിങ്ങളുടെ മക്കളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണം എന്നാണെങ്കിൽ ഭാവിയിൽ അവർക്ക് ആവശ്യം വരുമ്പോൾ ആയിക്കൂടെ? അപ്പോഴും ഒന്ന് ഓർക്കണം, അത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഫേവറാണ്. ഞാൻ ഈ പറഞ്ഞ 2 എക്സാമ്പിൾസ് മാത്രമല്ല, മാരേജസ് റിലേറ്റഡ് ആയിട്ടുള്ള പല ചടങ്ങുകളിലും ഈ ലോജിക് ഇല്ലായ്മ കാണാൻ പറ്റും. പണ്ടേ ഉള്ള ചടങ്ങാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ഇതിനൊക്കെ വല്ല കാലിക പ്രസക്തി ഉണ്ടോ, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നതും നല്ലതാണ്. അന്ധമായി ഈ ചടങ്ങുകളെ ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മുടെ കോമൺ സെൻസ് കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക.